അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഡീലർ ഇൻക്യൂസ് എ ലോസ് ഓഫ് 5% if he sells an article for ₹1,805. Okay, what price must he sell the article so as to gain 5% on that article? 5% ലോസിൽ 1805 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു. അതേ സാധനം 5% ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര രൂപയ്ക്കായിരിക്കണം വിൽക്കേണ്ടിയിരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5% ലോസിലാണ് വിറ്റതെന്ന് പറഞ്ഞാൽ അയാൾ ആ വിറ്റിരിക്കുന്നത് എത്രയാണ്? 95%-നായിരിക്കും വിറ്റിരിക്കുന്നത് 1805 രൂപയ്ക്ക്. 95%-നായിരിക്കും 1805 രൂപയ്ക്ക് വിറ്റിട്ടുണ്ടാവുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? 5% ലാഭം കിട്ടണമെന്ന് പറയാം. അപ്പോൾ 5% ലാഭം എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 105%ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. 1805-നെ 95 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 105 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 105 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും കിട്ടുന്നത്? 19. ഇത് വന്നിട്ട് 21 വരും. അപ്പോൾ എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം പോവും. 95 വരും. ഓക്കെ, 95 × 21 വരുമ്പോഴത്തേക്കും 1995 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞിട്ടോ. 1995 ആയിരിക്കും ഉത്തരം. 1995 രൂപയ്ക്ക് വിറ്റാൽ 5% ലാഭം കിട്ടും. അതായത് ഇത്രയേ ഉള്ളൂ. 5% ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 5% നഷ്ടത്തിലാണ് വിറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 95%ആണ് 1805 എന്ന് പറയുന്നത്. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. 100% കണ്ടുപിടിച്ചാൽ മതി. അതല്ല ഇവിടെ എത്രയാണ്? 5% ലാഭം കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 105% കണ്ടുപിടിച്ചാൽ മതി. ചെയ്ത് വരുമ്പോഴത്തേക്കും 1995 കിട്ടും.